Meet the editors. നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യുന്നത് PSC കോഴ വിവാദമാണ്. PSC നിയമനത്തിന് കോഴ വാങ്ങിയെന്ന പരാതിയിൽ CPM ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിയെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. കോഴ ആരോപണത്തിലല്ല പുറത്താക്കുന്നതെന്നും അച്ചടക്ക ലംഘനത്തിലാണ് നടപടിയെന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ വ്യക്തമാക്കി. എന്നാൽ പാർട്ടി വിശദീകരണം ചോദിച്ചത് കോഴ ആരോപണത്തിൽ തന്നെയാണെന്ന് പ്രമോദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വിഷയം കൈകാര്യം ചെയ്തതിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് സംസ്ഥാന കമ്മിറ്റി വിമർശിച്ചിട്ടുണ്ട്. റിപ്പോർട്ട്. പ്രമോദിനെതിരെയുള്ള നടപടി ചർച്ച ചെയ്യാൻ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നേതാക്കളുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധത്തെ ചൊല്ലി രൂക്ഷമായ തർക്കം നടന്നു. മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗത്തിനും വൻകിട റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ടെന്നും ഇയാൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്നും പ്രമോദിനെ അനുകൂലിക്കുന്ന നേതാക്കൾ ചോദിച്ചു. പ്രമോദിനെ പുറത്താക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചു. എന്നാൽ സസ്പെൻഷനോ തരംതാഴ്ത്തലോ മതിയെന്ന നിലപാടിലായിരുന്നു എതിർപക്ഷം. ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായാണ് പുറത്താക്കൽ നടപടി അംഗീകരിച്ചതെന്നാണ് P. മോഹനൻ അറിയിച്ചത്. കൂടാതെ PSC കോഴ മാധ്യമ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വന്നത് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ ചില പ്രവർത്തനങ്ങൾ സഖാവ് KV പ്രമോദിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏകകണ്ഠമായി ഏകമനസ്സാലെ കൈക്കൊണ്ടിട്ടുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. കോഴ ആരോപണം മറച്ചുവെച്ച ജില്ലാ സെക്രട്ടറിയെ തള്ളിയാണ് പ്രമോദ് പ്രതികരിച്ചത്. പാർട്ടി വിശദീകരണം ചോദിച്ചത് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് തന്നെയെന്ന് പ്രമോദ് തുറന്നടിച്ചു. അതായത് എന്നോട് വിശദീകരണം നേടിയ സാധനത്തിൻ്റെ ഈ പറഞ്ഞ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. പ്രമോദിനെതിരെ സസ്പെൻഷൻ നടപടി മതിയെന്ന ഒരു വിഭാഗത്തിന്റെ നിലപാടിനെ മന്ത്രി മുഹമ്മദ് റിയാസും സംഘവും ശക്തമായി എതിർത്തതോടെയാണ് പ്രമോദിന് പുറത്തേക്കുള്ള വഴിയൊഴിഞ്ഞത്. ജില്ലയിലെ നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോര് തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് കാത്തിരുന്നു കാണാം. പുറത്താക്കപ്പെട്ട പ്രമോദിന്റെ നീക്കങ്ങളും പാർട്ടി സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്. ഈ വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി ഒരു നിലപാടെടുക്കുന്നു. പ്രമോദ് കോട്ടുളി മറ്റൊരു അഭിപ്രായം പറയുന്നു. P. മോഹന്റെയും ഒപ്പം പ്രമോദ് കോട്ടുളിയുടെയും ഇന്നത്തെ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടുവരാം. ഞാൻ ഈ കോഴിക്കോട് നഗരത്തിൽ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയതായിട്ട് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്നവർ പറയട്ടെ. ഞാനെന്താണ്, വെറും പ്രമോദാണ്. എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ മകൻ. ഞാൻ ആദ്യം എന്താണ്, മകനായിട്ടാണ് ഞാൻ സഖാവാകുന്നത്. എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. ഞാൻ 22 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? തെളിവ് തരണം. അതായത് എന്നെ ഇതിനകത്ത് കൊണ്ടുപോയി ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ്? ഈ 22 ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ്, ആർക്കാണ് കൊടുത്തത്, എപ്പോഴാണ്, എന്നാണ്, അങ്ങനെയുള്ള വിവരം എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരു തീർത്തും ഈ PSC കോഴയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായിട്ടല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ വീട്ടിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ അമ്മയും മകനും ആ വീട്ടിന് മുന്നിൽ പോയിരിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ അളിയൻ്റെ സുഹൃത്തായിട്ടാണ് ഇയാൾ എൻ്റെ അടുത്ത് വരുന്നത്. അയാൾ എൻ്റെ നല്ല സുഹൃത്താണ്. അയാൾ അവസാനം ഞാൻ കണ്ട സമയത്തും അയാൾ എന്നോട് കുറേ സ്നേഹത്തോട് കൂടിയിട്ടാണ് പെരുമാറിയത്. അയാളോട് ചോദിച്ചിട്ടില്ലേ നിങ്ങളോട് ആരാണ് പണം വാങ്ങിയെന്ന കാര്യം ചോദിച്ചിട്ടില്ലേ? അയാൾ എന്നോട് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതായത് പിന്നീട് എന്നോട് അയാളുമായിട്ട് ബന്ധപ്പെടണ്ടെന്ന് പറയുന്നു. അതായത് നമ്മളോടിപ്പോൾ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ എന്നോട് അങ്ങനെ ഞാൻ പറയുമ്പോൾ അത് എല്ലാവരും ബാധിക്കില്ലേ? എന്നോട് എൻ്റെ രക്ഷിതാവ് ആരാണ്? എൻ്റെ പാർട്ടിയാണ്. എന്നോട് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല. കോഴ ആരോപണത്തിലായിരുന്നു വിശദീകരണം തേടിയത്. അതായത് എന്നോട് വിശദീകരണം നേടിയ സാധനത്തിൻ്റെ ഈ പറഞ്ഞ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. സാമ്പത്തികമായുള്ള കാര്യത്തിലാണ് വിശദീകരണം ചോദിച്ചതെങ്കിൽ അങ്ങനെയല്ല പുറത്താക്കിയതെന്നാണ് പാർട്ടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിലാണെന്ന് പറയണം. ആ പറഞ്ഞതിൻ്റെ രേഖകളും അതിൻ്റെ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്തിനിടപെട്ടു, ഞാൻ എന്താണ് ഒരു മനുഷ്യനെ സഹായിച്ചു കൊടുത്തത്, ഈ പറഞ്ഞ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാടിനോ ഒക്കെ ഓരോ മനുഷ്യൻ്റെയും ജീവിത പ്രയാസങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ട്. അങ്ങനെ ഒരു ജീവിത പ്രയാസമുള്ള ഒരു മനുഷ്യനെ ഞാൻ സഹായിച്ചാണെങ്കിൽ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ ഞാൻ തിരുത്തും, ആ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങും. പക്ഷേ 22 ലക്ഷം രൂപ കോഴ കൊടുക്കാൻ മാത്രം ശേഷിയുള്ള ഒരു മനുഷ്യനാണോ ഞാൻ എന്ന് പറയണം. ഈ 22 ലക്ഷം രൂപ
കോഴ കൊടുത്തു എന്ന് പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ വാർത്ത വരുന്നു. ആരാണ് പാർട്ടിയെ ഈ സമൂഹ മധ്യത്തിനുള്ളിൽ വാർത്തകൾ കൊടുത്ത് അപകീർത്തിപ്പെടുത്തിയിട്ടുള്ളത്? ആരോപണം ഉന്നയിക്കപ്പെടുകയാണ്. പരാതിക്കാരനില്ല. ആര് പരാതി കൊടുത്തു എന്ന് പറയണ്ടേ? PSCയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും അതുപോലെ പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ ചില പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് KV പ്രമോദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സംഘടനാപരമായ ഞങ്ങളുടെ രീതി അനുസരിച്ച്, ഞങ്ങളുടെ പാർട്ടി ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് ഞങ്ങളത് പരിശോധിച്ചു. അങ്ങനെ പാർട്ടിയുടെ സൽപ്പേരിനും പാർട്ടിയുടെ അച്ചടക്കത്തിനും പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ കാര്യം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയിൽ സഖാവിൻ്റെ ഘടകമായ പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് ഞങ്ങളത് വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പിന്നെ ഈ കൊടുത്തിട്ടുള്ള കോലാഹലങ്ങൾക്ക് പോലെയൊന്നല്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏകകണ്ഠമായി ഏകമനസ്സാലെ കൈക്കൊണ്ടിട്ടുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. ചോദ്യം ഇതാണ്, പ്രമോദിൻ്റേത് വെല്ലുവിളിയോ? സ്മൃതി, നാടകാന്തം പ്രമോദ് പുറത്ത്. അതെ, പ്രമോദിനൊടുവിൽ ശ്രീജിത്തിൻ്റെ വീട്ടിൽ പോയിരുന്ന് സമരം ചെയ്യേണ്ടി വരുന്നു. അദ്ദേഹം കയ്യിൽ പോസ്റ്ററൊക്കെ ആയിട്ടാണ് സമരം ചെയ്യുന്നത്. പാർട്ടി പ്രതിരോധത്തിലായെന്ന് നമ്മൾ ഇന്നലെ ചോദിച്ചു. പാർട്ടി പൊല്ലാപ്പിലാണോ എന്ന് ചോദിച്ചു. ഇന്നിപ്പോൾ നമ്മുടെ ചോദ്യം പ്രമോദിൻ്റെ ഒരു വെല്ലുവിളിയാണോ എന്നാണ്. ഉറപ്പായിട്ടും വെല്ലുവിളിയാണ്. മാത്രമല്ല CPM-ൽ ഇപ്പോൾ മുമ്പ് കാണാത്ത ഒരു പ്രവണത കാണുകയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ സാധാരണഗതിയിൽ പുറത്താക്കപ്പെട്ട ആൾ നിശബ്ദനായി പോകുന്നു. പിന്നെ കാലങ്ങൾക്ക് ശേഷം എന്തെങ്കിലും വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്നു. ഇതാണ് സാധാരണ രീതി. പക്ഷേ ഇത് വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഒരു സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. ഞാൻ മാത്രമല്ല, ബാക്കിയുള്ളവരെ പേരും പുറത്തു വരുമെന്നുള്ളൊരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട്. അയാൾ പറയുന്നു നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നുണ്ട്. ഇനിയൊന്നും മറച്ചു വെക്കാനില്ല, ആരൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു എന്നത് പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പാർട്ടിയിൽ വിസ്തീർണം കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ കോഴയുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതിന്മേലാണ് നടപടിയെടുത്തതെങ്കിൽ എന്തുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി 3 ദിവസം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എങ്ങനെയാണ് നമ്മൾ കണ്ടതാണ്. മാധ്യമ കോലാഹലം എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഒരു കേസുമില്ല, ഒരു പരാതിയുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പരാതിയുമില്ല എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും അത് സംസ്ഥാന നേതൃത്വം ഒരു തിരുത്തൽ നടപടികളിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഒരു പരാതിയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ ആ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വം അതിന്മേൽ കർക്കശമായ നിലപാടെടുക്കുന്നു, അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതിൻ്റെ പേരിൽ അന്വേഷണം ഉണ്ടാകുന്നു. ഒറ്റ വരി വാർത്താക്കുറിപ്പാണ്, ഒരേ ഒരു വരി വാർത്താക്കുറിപ്പ്. എന്താണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത്? പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുന്ന കാര്യങ്ങൾ. ആ വാചകം ഇതാണ്: പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ബോധ്യമായതിനെ തുടർന്ന് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഒരു വരി നിങ്ങൾ അറിഞ്ഞാൽ മതി. ആ ഒരു വരി അറിഞ്ഞാൽ മതി, കൂടുതൽ ചോദ്യം വേണ്ട. അപ്പോൾ കൂടുതൽ സുതാര്യത ഉറപ്പാക്കും, ജനങ്ങളോട് കൂടുതൽ ഇടപഴകും, ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പറയുന്ന പാർട്ടി ഇത് പാർട്ടിക്കകത്ത് പരിഹരിക്കാൻ കോഴ വാങ്ങുന്നു എന്നുള്ള ഒരു കേസ് വരികയാണെങ്കിൽ അതെങ്ങനെയാണ് പാർട്ടിക്കകത്ത് പരിഹരിക്കുക? കോഴ വാങ്ങുന്നു എന്നൊരു ക്രിമിനൽ കുറ്റമാണല്ലോ. അത് പോലീസിൽ പരാതിപ്പെടണം, അല്ലെങ്കിൽ വിജിലൻസ് വരേണ്ടതാണ്, ആ രൂപത്തിൽ അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണത് അതിനകത്ത് മാത്രം തീരുമാനിച്ചാൽ മതി? അത് നിങ്ങൾ അറിയേണ്ടതില്ല, എന്ത് കോഴയാണെന്ന് പോലും അറിയേണ്ടതില്ല. കാരണം ഇപ്പോൾ PSC അംഗത്വവുമായി ബന്ധപ്പെട്ട കോഴയല്ല എന്ന് പാർട്ടി വഴി പുറത്തേക്ക് എത്തിക്കേണ്ട കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. PSC കോഴയല്ല, എന്താണ് അതല്ലാതെ വേറെ എന്ത് കോഴയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ? ആയുഷ് മിഷനിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള കോഴ. അങ്ങനെ വരുമ്പോൾ അത് CPM-ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, CPM-ലെ ഒരു പ്രവർത്തകന് ചെയ്യാൻ പറ്റുന്ന, ഒരു നേതാവിന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ BJP-യിലെ ഒരു നേതാവ് കൂടിയുണ്ട് അതിൽ. ആ നേതാവിൻ്റെ പേരടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സജീവൻ എന്നൊരു പേരാണ്, കോഴിക്കോട് ചേവരമ്പലത്തിലുള്ള ഒരു സജീവൻ എന്ന പേര് പറയുന്നു. അപ്പോൾ BJP പാർട്ടിയിൽ നിന്ന് ഇത്രയധികം വോട്ട് BJP-യിലേക്ക് പോയി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ BJP-യിലെ ഒരു പ്രവർത്തകനെതിരെ വിവരം കിട്ടിയിട്ട് അത് പാർട്ടി പരിഹരിക്കുകയാണെന്നേ. എന്തൊരു വിചിത്രമായ കാര്യമാണ്. ഇങ്ങനെയാണ് ഒരു കാര്യം വിശദീകരിക്കുക? ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? ഇങ്ങനെയാണ് ഒരു കാര്യം വിശദീകരിക്കുക? ഇതെവിടെ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ
വളരെ മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി പാർട്ടിക്കകത്ത് ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ പരാതി എന്ന് പറയുന്നത് അവിടെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് വന്ന പരാതിയാണ്. എൻ്റെ പേര് പറഞ്ഞ് ഇയാൾ കോഴ വാങ്ങി എന്നുള്ളതാണ് മുഹമ്മദ് റിയാസിൻ്റെ പരാതി. മുഹമ്മദ് റിയാസിനൊപ്പം തന്നെ നടന്നിരുന്നയാളാണ് ഒരു ഘട്ടം വരെ ഇദ്ദേഹം, ഈ പ്രമോദ് കോട്ടൂളി. ആ സമവാക്യങ്ങളൊക്കെ പിന്നീട് മാറുകയും അവിടെ രണ്ട് ഗ്രൂപ്പായി വിഭാഗീയത വരികയും മുതിർന്ന നേതാക്കളുടെ ഒരു ഗ്രൂപ്പ്, അല്ലാതെ മറ്റൊരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിനൊക്കെ പിന്നിൽ തന്നെയും റിയൽ എസ്റ്റേറ്റ് മുതലാളിമാർ, സ്ഥലം വാങ്ങൽ, സ്ഥലം വിൽക്കൽ, വലിയ ബിസിനസ് വിഷയത്തിലെ തർക്കങ്ങൾ, ആർക്ക് അനുമതി കൊടുക്കണം, ആർക്ക് അനുമതി കൊടുക്കണ്ട എന്ന വിഷയത്തിലെ തർക്കം, ഇതൊക്കെയാണ് നടന്നിരുന്നത്. നേരത്തെ ഈ പരാതിയിൽ പറയുന്ന ഒരു കോക്കസ് ഉണ്ടല്ലോ, ആ കോക്കസ് എന്ന് പറയുന്നത് താനടങ്ങുന്ന ഒരു വിഭാഗം, ഒരു കോക്കസ്, അപ്പുറത്ത് മറ്റൊരു കോക്കസ് എന്നാണോ റിയാസ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ഇപ്പുറത്തും കോക്കസായി തന്നെയാണ് ഇപ്പോൾ പ്രമോദ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് എന്ത് രീതിയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്? പാർട്ടി പ്രവർത്തനം തന്നെ ആണോ നടത്തുന്നത്, അതോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണോ? ആരന്വേഷിക്കും? പാർട്ടി അന്വേഷിക്കും, പാർട്ടി പരിഹരിക്കും. പോലീസിനൊന്നും ഒരു കാര്യമില്ല. ഇവിടെ പ്രതിപക്ഷം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അവിടെ മാർച്ച് നടത്താൻ പോകുന്നു. അതിലപ്പുറം പ്രതിപക്ഷം എത്രത്തോളം ഇതൊക്കെ കുറേ കാലങ്ങളായി കേൾക്കുന്നതാണെന്നൊക്കെ ഇപ്പോൾ നേതാക്കൾ പറയുന്നുണ്ട്. കുറേ കാലങ്ങളായി കേട്ടിട്ട് എന്താണ് അവിടെ ചെയ്യുന്നത്? കുറേ കാലങ്ങളായി പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അവിടെ ചില സ്ഥലം ലീസിന് കൊടുക്കുന്ന ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് മുതലാളി, അതായത് നേരത്തെ പാർട്ടിയിലുണ്ടാകുകയും പാർട്ടിക്ക് പറ്റിയ ആളല്ല എന്ന് കണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തൊരു നാദാപുരംകാരനുണ്ട്. അയാളാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ആളായി നടക്കുന്നത്. അവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഓടിയ വണ്ടി ആരുടേതാണ്? അമർ. ഈ അമർ എന്ന റിയൽ എസ്റ്റേറ്റ് മുതലാളിക്ക് ഈ പാർട്ടി ഓഫീസുമായിട്ട് എന്താണ് ബന്ധം? പാർട്ടി അംഗമായിരുന്നു എന്നാണ് പാർട്ടി അംഗമായിരുന്നു മുമ്പ്, പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയതാണ്. പിന്നെ എങ്ങനെയാണ് അയാൾ വരുന്നത് എന്നുള്ളതാണ്. അയാളുടെ പ്രവർത്തനം എന്താണ്? പാർട്ടിക്ക് യോജിച്ച പ്രവർത്തനങ്ങളാണോ? ഇയാളെ ആരൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഇയാളുടെ വാഹനം ആർക്കൊക്കെ വേണ്ടിയാണ് ഓടുന്നത്? ഇയാളുടെ ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ പാർട്ടി നേതാക്കൾ സഹായം ചെയ്തിട്ടുണ്ട്? അന്വേഷിക്കണ്ടേ? ആരന്വേഷിക്കണം? ഇവിടുത്തെ മാധ്യമങ്ങൾ അന്വേഷിക്കണം. ഇവിടെ മാധ്യമങ്ങൾ കോലാഹലം ഉണ്ടാക്കണം. കുറേ കോലാഹലം വരുമ്പോൾ എന്തെങ്കിലും ഒരു മറുപടി തരും, ഇട്ട് തരും ഒരു വരി, അത് മതി, അതുകൊണ്ട് പോയാൽ മതി, ഇതാണ് ലൈൻ. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രമോദ് കോട്ടൂളി നാളെ വീണ്ടും ചിലതൊക്കെ പറഞ്ഞേക്കും. പ്രമോദ് ഇനി ഒന്നും പറയില്ല എന്നാണ് എൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത ഇടത് നിരീക്ഷകൻ പറഞ്ഞത്. അപ്പോൾ പറയാതിരിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. പ്രമോദ് ഇനി ഒന്നും പറയില്ല എന്ന് പറയുന്നു. പറയുകയാണെങ്കിൽ അത് പ്രമോദിൽ നിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്നേ. ഇവിടെ ഒരു പരസ്യ കമ്പനിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ഗ്രൂപ്പിനെ രണ്ടാക്കിയെന്ന് കേൾക്കുന്നു. ആ പരസ്യ കമ്പനി ആരുടേത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ആ പരസ്യ കമ്പനി എങ്ങനെ ലാഭം കൊയ്തു എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ അന്വേഷണങ്ങളൊക്കെ ഇവിടെ മാധ്യമങ്ങൾ നടത്തും. മാധ്യമങ്ങൾ തന്നെയാണ് പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷമാണ് പല കാര്യങ്ങളും നടപടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മാധ്യമങ്ങളെ പരിഹസിക്കുമ്പോൾ മാധ്യമങ്ങൾ ഈ വാർത്തയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ഇടപെടുകയും നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രമോദ് കോട്ടൂളി എന്ന ഒരാൾ പുറത്തു പോയിരിക്കുന്നു. അയാൾ ഇരപരിവേഷവുമായി പുറത്തു വരുമ്പോൾ ഇരയെല്ലാം നമുക്ക് അറിയാമെങ്കിലും അയാൾ ഇനി പറയാൻ പോകുന്ന പേരുകൾ എന്തൊക്കെ, അയാൾ പുറത്ത് കൊണ്ടുവരാൻ പോകുന്ന കൊടുക്കാൻ ശ്രമിച്ചവരുടെ പേരുകൾ പറയും. ഞാൻ എല്ലാ അന്വേഷണവും ആവശ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അത് പാർട്ടിയല്ല ഇനി അന്വേഷിക്കേണ്ടത്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നതായിരിക്കില്ല അയാളുടെ പരാതി. ഈ കോഴയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. ഇത് എന്തായാലും ഒരു കോഴ ആരോപണം വരുമ്പോൾ അത് PSC അംഗത്വ കോഴയല്ലല്ലോ എന്നുള്ളതാണ് ന്യായം. PSC അംഗത്വ കോഴയാണോ അതോ മറ്റെന്തെങ്കിലും കോഴയാണോ, ആയുഷ് മിഷൻ കോഴയാണോ? കോഴ ആരോപണത്തിൽ പാർട്ടി പോലീസ് അന്വേഷിച്ച് പാർട്ടി കോടതി തീരുമാനം നടപ്പാക്കിയെന്ന് ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്ക് പറയാൻ പറ്റില്ല. അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പ്രമോദിൻ്റേത് വെല്ലുവിളിയോ എന്നാണ് ചോദ്യം. വെല്ലുവിളി തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലൈമാക്സ് എത്താത്ത ഒരു നാടകത്തിൻ്റെ ആദ്യ രംഗങ്ങൾ മാത്രമാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇതിൽ ചില കഥാപാത്രങ്ങൾ, തെക്ക് ഒരു കടകംപള്ളി സുരേന്ദ്രനുണ്ട്. മുഹമ്മദ് റിയാസിനെതിരെ ഒരു നിയമസഭയിൽ തന്നെ ചോദ്യം ഉന്നയിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ. നിങ്ങൾ വടക്കോട്ട് പോയാൽ ഒരു P ജയരാജനുണ്ട്. ഇവർ രണ്ടുപേർക്കുമൊപ്പം സ്പീക്കർ ഷംസീർ മറ്റൊരു കഥാപാത്രമായി ഇതിൽ നിൽക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് ഈ നാടകത്തിൽ ഇവരൊന്നും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉരുത്തിരിഞ്ഞു വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ പ്രധാനപ്പെട്ട ചില വിഭാഗീയതയുടെ ഒപ്പം നിലപാട് വ്യത്യാസങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുടെ ഒക്കെ പേരിൽ ഇവരുടെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി മറന്നു പോകുമ്പോൾ ഈ വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കാതെ ഈ ദിവസം പൂർണ്ണമാവില്ല എന്ന് സ്പീക്കർ പറയുമ്പോൾ, ഫേസ്ബുക്ക് പോസ്റ്റിടുമ്പോൾ അതിൽ ഒരുപാട് വായിച്ചെടുക്കാൻ നമുക്കുണ്ട്. ഇത് ഒരു കഥാപാത്രവും 3 കഥാപാത്രങ്ങളും അതിൽ ഒരു സന്ദർഭവുമാണ്. ഇനി മറ്റു ചില കഥാപാത്രങ്ങളുണ്ട്. കണ്ണൂരിലുണ്ട് ഒരു മനു വർഗീസ്. ആ മനു വർഗീസ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം വെല്ലുവിളിക്കുന്നതും നിശിതമായി വിമർശിക്കുന്നതും P ജയരാജനെയും മകനെയുമാണ്.
ആ ഘട്ടത്തിൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ജയരാജനോടൊപ്പമോ മകനോടൊപ്പമോ പരസ്യമായി നിലപാടെടുത്ത് നിൽക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ കണ്ണൂരിലൊരു മനു വർഗീസ്, കോഴിക്കോട്ടേക്ക് വന്നാലോ അവിടെ ഒരു പ്രമോദ് കോട്ടുള്ളി. പ്രമോദ് കോട്ടുള്ളിയും ഇന്ന് ശ്രീജിത്തിൻ്റെ വീട്ടിന് മുന്നിലാണ് വെല്ലുവിളി നടത്തിയിരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പ്രമോദ് വെല്ലുവിളിച്ചിരിക്കുന്നത് ഈ പാർട്ടിയിലെ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തെയാണ് എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പ്രമോദിൻ്റേത് വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്ലൈമാക്സ് എത്താത്ത ഒരു നാടകത്തിൻ്റെ ആദ്യ രംഗങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഈ ഘട്ടത്തിൽ ഇത് എവിടേക്ക് പോയി നിൽക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷവും അതിന് തൊട്ടു മുൻപും ഈ പാർട്ടിക്കുള്ളിലെ ചില ജില്ലാ കമ്മിറ്റിയിലെ ചില നേതാക്കളുടെ തീർച്ചയായും റിയൽ എസ്റ്റേറ്റും ഒപ്പം തന്നെ പരസ്യ കമ്പനികളുമായിട്ടുള്ള ബന്ധങ്ങളും ഒപ്പം തന്നെ വ്യത്യസ്ത ബിസിനസ് താല്പര്യങ്ങളുമെല്ലാം ഈ നാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാസന്ദർഭമായി വരുന്നുണ്ട് എന്നതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് കോഴിക്കോട് സംഭവിച്ചത്? ഞാൻ നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരോട് പറയാം. ഒന്ന്, ഈ വിഷയം കഴിഞ്ഞ മെയ് മാസത്തിലൊരു പരാതിയായി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിക്ക് എത്തുമ്പോൾ അതിന് മുൻപൊരു അന്തരീക്ഷമുണ്ട്. അത് ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുള്ളിക്കെതിരെ റിജുല എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി അംഗം ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകുന്നു. ആ പരാതി തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ കിട്ടുന്ന ജില്ലാ കമ്മിറ്റി പി മോഹൻ മാഷും ഒപ്പം തന്നെ ഇളമരം കരീമും ഗിരീഷും ഒപ്പം പ്രദീപും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ ഒരു വിഭാഗമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നതാണ് വ്യക്തമാകുന്നത്. ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും മുതിർന്നവരാണ്. ശരിക്കും പാർട്ടിയിലെ ഒരു സീനിയർ ജനറേഷനാണ് ഇവരിത്രയും പേർ. മറുഭാഗത്ത് വസീഫ്, റിയാസ്, ഒരു പരിധിവരെ സച്ചിൻ ദേവ്, ഈ പ്രമോദ് കോട്ടുള്ളിയെ പോലെയുള്ള നേതാക്കൾ, അങ്ങനെ കുറേ ആളുകൾ മറുഭാഗത്തുണ്ട്. നിഖിലിനെ പോലെയുള്ളവർ, അമറിനെ പോലെയുള്ളവർ, അങ്ങനെ ഒരു വിഭാഗം നേതാക്കളുമുണ്ട്. അമർ പാർട്ടിയിൽ ഇപ്പോഴില്ല എങ്കിൽ പോലും. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പരാതി വരുമ്പോൾ ജില്ലാ കമ്മിറ്റി പ്രമോദ് കോട്ടുള്ളിക്കെതിരായൊരു പരാതി ലോക്കൽ കമ്മിറ്റി അംഗം കൊടുത്തത് വേണ്ട അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യുന്നില്ല. ഇത് സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്നു. സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഒരു 4 അംഗ കമ്മീഷനെ തീരുമാനിക്കുന്നത്. അത് ഗിരീഷ് അടക്കം മമ്പത്ത് ഗോപാലൻ അടക്കമുള്ളവർ ആ അന്വേഷണ കമ്മീഷനിൽ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അതിലാണ് ചില ശബ്ദരേഖകളുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് തിരിച്ചറിയുന്നത്. പക്ഷേ അപ്പോഴും പാർട്ടി എടുത്ത നിലപാടെന്താ? ഇങ്ങനെ കോഴ ആരോപണം വന്നിട്ടില്ല എന്നാണ് പുറത്തെടുത്തത്. അതങ്ങനെയാണ് ആ പാർട്ടിയുടെ നിലപാട്. ഇനി ഇതിൽ പ്രമോദ് കോട്ടുള്ളിയുടെ റോൾ എന്ത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രമോദ് കോട്ടുള്ളിയും ഈ പൈസ കൊടുത്തു എന്ന് പറയുന്ന ഹോമിയോ ഡോക്ടറുടെ ഭർത്താവായ ശ്രീജിത്ത് തമ്മിൽ ബന്ധമുണ്ട്. അത് പ്രമോദ് തന്നെ സമ്മതിക്കുന്നുണ്ട്. പ്രമോദിൻ്റെ അളിയൻ്റെ സുഹൃത്തായ ഈ ശ്രീജിത്തുമായി കുറേ കാലങ്ങളായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമാണ് ഉള്ളത്. അവർ നല്ല സുഹൃത്തുക്കളുമാണ്. അവർ പരസ്പരം മെസ്സേജുകൾ അയക്കുകയും ചെയ്യും. ഇനി ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ശ്രീജിത്തിൻ്റെ ഭാര്യ കാസർഗോഡ് ജോലി ചെയ്യുന്ന ഹോമിയോ ഡോക്ടർക്ക് കോഴിക്കോട്ടേക്ക് ഒരു ട്രാൻസ്ഫർ വേണമെന്നുള്ള ആവശ്യമാണ് ഈ നാടകത്തിലെ ഈ കഥയുടെ തുടക്കമെന്ന് പറയുന്നത്. ഈ ശ്രീജിത്ത് ഭാര്യയുടെ ട്രാൻസ്ഫർ ആവശ്യത്തിനായി സമീപിക്കുന്നവരിൽ ഒരാൾ പ്രമോദ് കോട്ടുള്ളിയാണ്. സാധാരണ രീതിയിൽ നമ്മൾ പാർട്ടിക്കുള്ളിലെ ട്രാൻസ്ഫറും പാർട്ടിക്കുള്ളിലെ അപ്പോയിൻമെൻറ്റും ഒക്കെ തീരുമാനിക്കുന്നതിനൊരു രീതിയുണ്ട്. അതാത് ബ്രാഞ്ച് ഘടകത്തിൻ്റെയോ അതായത് നിങ്ങൾ അംഗമായിരിക്കുന്ന ഘടകത്തിൻ്റെ കത്തുമായി നിങ്ങൾ അതാത് ഓഫീസിനെ നിയന്ത്രിക്കുന്ന ഒരു ഫ്രാക്ഷനിൽപ്പെട്ട അംഗത്തിലേക്ക് നിങ്ങൾ എത്തണം. അങ്ങനെയാണ് പാർട്ടിക്കുള്ളിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ തെറ്റാണോ എന്ന് ചോദിച്ചാൽ മെറിറ്റിനെ മറികടന്ന് പോകുന്ന ഘട്ടത്തിൽ അത് തീർച്ചയായും തെറ്റ് തന്നെയാണ്. പക്ഷേ മെറിറ്റുള്ള ഘട്ടത്തിൽ നിങ്ങൾ പാർട്ടിയുടെ കീ പോസ്റ്റിലേക്ക് നിങ്ങൾ പരിഗണിക്കുന്നത് ഇങ്ങനെയൊരു സംവിധാനം പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ കത്തുമായി പോകുന്ന ഘട്ടത്തിൽ കത്തുമായി പോകാൻ പ്രമോദ് ശ്രീജിത്തിനോട് പറയുന്നു. പക്ഷേ പിന്നീട് ശ്രീജിത്തും പ്രമോദും തമ്മിൽ നിരവധി കമ്മ്യൂണിക്കേഷനുകൾ നടക്കുന്നു. പൈസയുടെ ഇടപാട് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്നാൽ അതിനുശേഷം ഈ സ്ഥാനചലനം എന്നതിനും അപ്പുറത്തേക്ക് ഒരു പുതിയ പോസ്റ്റിലേക്ക് ഉള്ള നിയമനത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നു. അതിനുശേഷം PSC അംഗത്വത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നു. ഈ ഘട്ടമാകുമ്പോഴേക്കാണ് പരാതി ജില്ലാ കമ്മിറ്റിയിൽ എത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രമോദിനോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ സെക്രട്ടറി തന്നെ പി മോഹനൻ തന്നെ വിളിച്ചു പറയുന്നു, ഇനി ശ്രീജിത്തുമായി സഹകരിക്കാൻ പാടില്ല, ശ്രീജിത്തിനെ കാണാനോ ശ്രീജിത്തുമായി ബന്ധപ്പെടാനോ പാടില്ല എന്ന് ജില്ലാ കമ്മിറ്റി ഒരു നിർദ്ദേശം കൊടുക്കുന്നു. ഇതിനെ തുടർന്ന് പ്രമോദ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവസാനമായി ശ്രീജിത്തിനെ വീടിന് പുറത്ത് കോഴിക്കോട് നഗരത്തിൽ ഒരു സ്ഥലത്ത് വെച്ച്, കൃത്യമായി പറഞ്ഞാൽ കല്യാൺ സിൽസിൻ്റെ മുന്നിലോ മറ്റോ വെച്ച് കാണുന്നു. ആ കണ്ടുമുട്ടലിലാണ് ഈ വിവാദങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിക്കുകയും തന്നെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ നാടകം എന്തിനാണെന്ന് പ്രമോദ് ചോദിച്ചതായി പ്രമോദിൻ്റെ ഭാഷ്യം നമ്മൾ കേൾക്കുന്നത്. അവിടെ ശ്രീജിത്തുമായി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊരു കോള് വരികയും താങ്കളോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടും ശ്രീജിത്തിനെ കാണാൻ ശ്രീജിത്തിൻ്റെ വീട്ടിൽ താങ്കൾ പോയത് അച്ചടക്ക ലംഘനമാണ് എന്ന് ആദ്യം പ്രമോദിനോട് പറയുന്നത് ആ ഘട്ടത്തിലാണ്.
അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ പ്രമോദിന് ഈ വിഷയത്തിൽ തനിക്കെതിരെ ഒരു വിഭാഗം നീങ്ങുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം പ്രമോദ് നേരിട്ട് ശ്രീജിത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു പൈസ ഇടപാട് ഇതിൽ നടന്നിട്ടുണ്ട്. അതാരും നടത്തി എന്നുള്ളത് പ്രമോദിനും ശ്രീജിത്തിനും ഒക്കെ അറിയാവുന്ന വിഷയമാണ്. പക്ഷേ അത് വെളിപ്പെടുത്താറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പൈസ ഇപ്പോൾ സെറ്റിൽ ചെയ്തു. ഈ വിഷയത്തിൽ ശ്രീജിത്തിന് പരാതിയില്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ പോലീസിന് കഴിയില്ല. പോലീസ് അവിടെ നിസ്സഹായമായി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷേ എന്തിനു വേണ്ടിയാണ് തന്നെ ഇതിൽ പെടുത്തിയത് എന്നതാണ് പ്രമോദിൻ്റെ ചോദ്യം. ആ ചോദ്യം പ്രസക്തവുമാണ്. കാരണം പ്രമോദും ശ്രീജിത്തും തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തെ മുതലാക്കിക്കൊണ്ട് ഒരു വിഭാഗം ഇതിനിടയിൽ കടന്നിട്ടുണ്ടെങ്കിൽ അവരാരാണ്? ഈ ഘട്ടത്തിൽ പ്രമോദിനെ പോലെയുള്ളൊരു സാധാരണ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നീങ്ങാനുള്ള എന്ത് ഭീഷണിയാണ് പ്രമോദ മറുവിഭാഗത്തിന് കൊടുത്തിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് പ്രമോദിന് ചിലത് വെളിപ്പെടുത്താനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പ്രമോദ് വെളിപ്പെടുത്തുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പ്രമോദ് ഇന്നും ആവർത്തിക്കുന്നത് പാർട്ടി തൻ്റെ രക്ഷിതാവാണ് എന്നാണ്. അതുകൊണ്ട് പാർട്ടിക്കെതിരെ ഒരു നിലപാടുമായി താൻ പോകാനില്ല. പക്ഷേ തൻ്റെ അമ്മയെയും തൻ്റെ മകനെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും താൻ പൈസ വാങ്ങിയിട്ടില്ല എന്നത് തനിക്ക് തെളിയിക്കണം. ആ ഒരൊറ്റ പോയിന്റിലാണ് പ്രമോദ് നിൽക്കുന്നത്. പ്രമോദ് ഒരു പക്ഷേ അതിൽ വിജയിച്ചേക്കാം. ശ്രീജിത്ത് ഒരു പക്ഷേ പറഞ്ഞേക്കാം ഞാൻ പ്രമോദിന് പൈസ കൊടുത്തിട്ടില്ല എന്ന് ശ്രീജിത്ത് നാളെ പറഞ്ഞേക്കാം. പക്ഷേ പ്രമോദ് ഈ ചർച്ചകളുടെ ഭാഗമായി എന്നുള്ളത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലുള്ള മെസ്സേജുകൾ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ആ മെസ്സേജുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രമോദിനെ ഇപ്പോൾ പുറത്താക്കി തൽക്കാലം തടിരക്ഷിക്കാൻ പാർട്ടിയിലെ ചില വിഭാഗം ശ്രമിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതാ പാർട്ടിക്കുള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗീയതയുടെ, ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ പ്രത്യക്ഷ ലക്ഷണമാണ്. അവിടെയാണ് ഞാൻ ചില പേരുകളൊക്കെ പറഞ്ഞത്. ഒരു വിഭാഗം ചെറുപ്പക്കാർ, ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ, ഇവർ തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതലായി രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്ന ചില സാമ്പത്തിക താല്പര്യങ്ങളുമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ഉദാഹരണത്തിന് കോഴിക്കോട് കോർപ്പറേഷൻ്റെ എല്ലാ പരിപാടികളുടെയും പരസ്യങ്ങൾക്ക് ടെൻഡർ വിളിക്കാതെ അതിന് അംഗീകാരം കിട്ടുന്നത് ഒരു വ്യക്തിയുടെ മാത്രം സ്ഥാപനത്തിനാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഡെപ്യൂട്ടി മേയർ അറിഞ്ഞിട്ടാണോ എന്നതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. അപ്പോൾ കോഴിക്കോട് നഗരത്തിലെ കോർപ്പറേഷൻ്റെ പരിധിയിൽപ്പെട്ട ഇടങ്ങളിൽ വലിയ ഹോൾഡിങ്ങുകളിൽ സർക്കാരിൻ്റെ പരസ്യങ്ങൾ, ജനസമ്പർക്ക സദസ്സാണെങ്കിലും ശരി, സയൻസ് ഫെസ്റ്റ് ആണെങ്കിലും ശരി, കോർപ്പറേഷൻ്റെ പരിപാടികളാണെങ്കിലും ശരി, ഈ പരിപാടികൾക്കെല്ലാം ഹോർഡിങ്ങുകൾ വയ്ക്കാനുള്ള അവകാശം ഒരൊറ്റ വ്യക്തിക്ക് മാത്രം ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഇത് ഒരു കാര്യം. രണ്ട്, നേരത്തെ സൂചിപ്പിച്ച പേര് പോലെ അമറിൻ്റെ വാഹനത്തിൽ ഇളമരം കരീം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നു എന്നത് രണ്ടാമത്തെ പ്രശ്നം. ഇവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ ബിസിനസ് ഗ്രൂപ്പുകൾ പല ബിസിനസ്സുകൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് മറ്റൊരു പ്രശ്നം. അതുകൊണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തു വരുന്നത് അത്ര പാർട്ടിക്കോ പാർട്ടി അണികൾക്കോ ഏതെങ്കിലും തരത്തിൽ ആശ്വസിക്കാവുന്ന വാർത്തയല്ല. അവിടെ പാർട്ടിക്കും അപ്പുറത്തേക്ക്, രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അപ്പുറത്തേക്ക് സാമ്പത്തിക താല്പര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു നേതൃത്വം, പല നേതാക്കൾ ആ ഭാഗങ്ങളിലുണ്ട്. അവർ തമ്മിലുള്ള പടലപ്പിടക്കങ്ങളുടെ ഒരു രക്തസാക്ഷിയായി മാറുകയാണ് പ്രമോദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പ്രമോദിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല. പ്രമോദ് ഈ നാടകത്തിൻ്റെ ഇടവേളയിൽ ഒരു പക്ഷേ അപ്രത്യക്ഷനാവുന്ന, ഇതുവരെയും ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കഥാപാത്രം മാത്രമാണ്. ഈ നാടകത്തിലെ നായകനോ വില്ലനോ പ്രമോദല്ല എന്നാണ് എൻ്റെ ടേക്ക്. സുജയ, സംഘടനാ രീതി, പാർട്ടി ഭരണഘടന, അച്ചടക്കം, സൽപ്പേരിനും പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്ത കാര്യം, ഇതൊക്കെ ചെയ്തത് ആരായാലും അവർക്കെതിരെ ഈ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതുപോലെ പൊടുന്നനെയുള്ളൊരു പുറത്താക്കൽ CPIM സ്വീകരിക്കണം എന്നുള്ളത് പറഞ്ഞാണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രമോദ് കോട്ടൂളി ചെയ്തതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലോ തെറ്റുകൾ ചെയ്തത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണെങ്കിലും ഇതേ രീതിയിൽ നടപടിയെടുക്കാൻ, ഇതേ ആർജവത്തോടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമൊക്കെ ഇതേപോലെ തന്നെ നട്ടെല്ലും നിലപാടും ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. ഇവിടെ പ്രമോദിന്റെ വെല്ലുവിളി എന്നുള്ളതല്ല, പ്രമോദ് ഇതിൽ ഇരയാക്കപ്പെട്ട വ്യക്തിയായാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പ്രമോദ് ഈ കുറ്റകൃത്യത്തിൽ അല്ലെങ്കിൽ ഈ ഇടപാടുകളിലൊന്നും പങ്കാളിയല്ലാത്ത വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് എന്നൊന്നും സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഇതിൽ തെറ്റുകാർ ആരാണോ അവർ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇവിടെ പ്രമോദ് കോട്ടൂളിയെ ഉടനടി പുറത്താക്കുമ്പോൾ അതിൽ കൃത്യമായ ഒരു ഏത് കാര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മൾ ഒരാളെ സസ്പെൻഡ്
ചെയ്യുകയാണെങ്കിൽ പോലും ആ സസ്പെൻഷന്റെ റീസൺ വ്യക്തമാക്കണം. ഇവിടെ പ്രമോദ് കോട്ടൂളിക്ക് മുന്നിൽ ആ റീസൺ വ്യക്തമാക്കുന്നില്ല. പക്ഷേ തന്നോട് വിശദീകരണം ചോദിച്ചത് PSC കോഴക്കാര്യത്തിലാണ് എന്ന് പ്രമോദ് കോട്ടൂളി പറയുന്നത് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ആരോട് 22 ലക്ഷം ഇതെല്ലാം പ്രമോദ് കോട്ടൂളി പറയുന്നതാണ്. ഇനി അത് മാധ്യമങ്ങളുടെ ആരോപണമോ മാധ്യമങ്ങളുടെ ഊഹാപോഹമോ വലതുപക്ഷം പടച്ചുവിടുന്ന നുണയോ അല്ല. ഇക്കാര്യത്തിൽ പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടൂളി തന്നെ 22 ലക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആരോട് എപ്പോൾ വാങ്ങി അത് പുറത്തു വരണം, എനിക്ക് എൻ്റെ അമ്മയെയും മകനെയും ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പറയുന്നത് പ്രമോദ് കോട്ടൂളിയാണ്. അപ്പോൾ പ്രമോദ് ഉൾപ്പെടുന്ന ഘടകത്തിൽ, പാർട്ടി ഘടകത്തിൽ ഈ വിഷയത്തിലല്ലേ ചർച്ച നടന്നത്? പാർട്ടി ഇതുവരെ പറഞ്ഞ നുണകളൊക്കെ പ്രമോദ് പൊളിച്ചു കഴിഞ്ഞു ഇന്നത്തെ ദിവസം തന്നെ. അതായത് PSC കോഴ ആരോപണത്തിൽ തന്നെയാണ് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ പാർട്ടി പറയണം ഏത് വിഷയത്തിലാണ് പ്രമോദ് കോട്ടൂളി അച്ചടക്കം ലംഘിച്ചത്, ഏത് റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് പ്രമോദ് കോട്ടൂളി നടത്തിയത്, ഏത് വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ് വഴിവിട്ട് പ്രമോദ് കോട്ടൂളിക്ക് ഉണ്ടായിരുന്നത്, അത് പാർട്ടി ഇപ്പോഴാണോ അറിഞ്ഞത്? ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ പാർട്ടി ബാധ്യസ്ഥമാണ്. ഇപ്പോൾ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത് ഒരുപാടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മന്ത്രി PA മുഹമ്മദ് റിയാസിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിന്റെ ആവശ്യപ്രകാരമാണ്. കാരണം മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെതായ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന പരാതിയും ജില്ലാ കമ്മിറ്റിയുടെ മുന്നിലുണ്ട് എന്നത് നേരത്തെ പുറത്തു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ശരിയാണെങ്കിൽ ആ ഒരു വിഭാഗം, പ്രമോദ് കോട്ടൂളിക്കെതിരായി നിൽക്കുന്ന, പ്രമോദ് കോട്ടൂളിയെ ഉൾപ്പെട്ടിരുന്ന ഒരു വിഭാഗം, അത് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെതാണ്. കോഴിക്കോട്ട് നിന്ന് വരുന്ന വാർത്തകളൊക്കെ, അല്ലെങ്കിൽ കോഴിക്കോട്ട് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഇങ്ങനെ ഒരു കോക്കസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, അവരുടേത് ഈ പറയുന്ന രീതിയിൽ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതിന് കാരണമായി ജില്ലാ കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിലുള്ള പാർട്ടി അച്ചടക്കം, പാർട്ടി ഭരണഘടന ഇതൊക്കെ ലംഘിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു. അതായത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഈ പറഞ്ഞ രീതിയിൽ പരസ്യ ഹോർഡിങ്ങുകൾ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള ബിഡിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ അതിലെല്ലാം ഇടപെട്ട് പ്രവർത്തിച്ചിരുന്നത് ഈ പാർട്ടി അച്ചടക്കം ലംഘിച്ചുകൊണ്ടാണ് എന്നത് പുറത്തു കൊണ്ടുവരാൻ പ്രമോദിന് അധികം സമയമൊന്നും വേണ്ട. കാരണം ഇതേ റാക്കറ്റിന്റെ അല്ലെങ്കിൽ ഇതേ കോക്കസിന്റെ ഭാഗമായി പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ടാകാം പ്രമോദ് കോട്ടൂളി. അതുകൊണ്ട് തന്നെയാണ് ആ ധൈര്യത്തോടു കൂടിയാണ് പ്രമോദ് കോട്ടൂളിയെ ഇന്ന് ശ്രീജിത്തിന്റെ ഗേറ്റിന് മുന്നിൽ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അതായത് പരാതിക്കാരനായ, പാർട്ടിക്ക് പരാതി നൽകിയ ശ്രീജിത്തിന്റെ വീടിന് മുന്നിലേക്ക് അമ്മയെയും മകനെയും കൊണ്ട് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പ്രമോദ് കോട്ടൂളി പോയിരിക്കുന്നത്. ആ മുന്നിൽ വെച്ചിരിക്കുന്ന പ്ലക്കാർഡിൽ തന്നെയുണ്ട്, ഉറപ്പിച്ച് തന്നെയാണ് പ്രമോദ് അവിടെ പോയി ഇരിക്കുന്നത് എന്നുള്ളത്. പിന്നെ പ്രമോദ് അടുത്തതായി ചെയ്യാൻ പോകുന്നത് അഭിഭാഷകരോടൊക്കെ സംസാരിച്ചതിന് ശേഷം ഏതൊക്കെ അന്വേഷണ ഏജൻസികളാണ് ഇക്കാര്യം അന്വേഷിക്കേണ്ടത്, ഇതിൽ ലിക്വിഡ് ക്യാഷാണ് കൈമാറിയിരിക്കുന്നത്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ല. അപ്പോൾ ആ പണമിടപാടുകൾ, ആ പണത്തിന്റെ സ്രോതസ് കള്ളപ്പണ ഇടപാടാണോ, എന്തൊക്കെ രീതിയിലുള്ള വഴിവിട്ട നീക്കങ്ങളുണ്ട്, അതൊക്കെ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് തെളിവ് കൊടുക്കാൻ പ്രമോദ് കോട്ടൂളിക്ക് നിഷ്പ്രയാസം കഴിയുന്നതേ ഉള്ളൂ. CPIM നേരിടാൻ പോകുന്നത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. അത് മാധ്യമങ്ങളിലേക്കോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കോ ഒന്നും തിരിച്ചുവിട്ട് CPIMന് ഊരിപ്പോരാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി 22 ലക്ഷം കോഴ വാങ്ങിയതിന്റെ തെളിവാണ് പ്രമോദ് കോട്ടൂളി ചോദിക്കുന്നത്. 22 ലക്ഷം കോഴ അല്ലെങ്കിൽ 22 ലക്ഷത്തിന്റെ ഇടപാട് അത് നടത്തിയതിന്റെ തെളിവ് അത് ഞാനല്ല എങ്കിൽ മറ്റാരും നടത്തി. കാരണം പൊതുമധ്യത്തിൽ അങ്ങനെ ഒരു ആരോപണം നിൽക്കുമ്പോഴാണ് വ്യക്തമായ കാരണം പറയാതെ പ്രമോദിനെ പുറത്താക്കുന്നത്. അപ്പോൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന എന്ത് പ്രവർത്തനമാണ് പ്രമോദ് കോട്ടൂളി ചെയ്തത്? 22 ലക്ഷം ആരാണ് ഇതിൽ ഇടപാട് നടത്തിയത്? പ്രമോദ് കോഴ വാങ്ങിയിട്ടില്ല എങ്കിൽ പിന്നെ ആര് കോഴ വാങ്ങി? ഈ പരാതിക്കാരൻ ശ്രീജിത്തിന് പ്രമോദിനെ നേരിട്ടറിയാം. അടുത്ത കാലം വരെ തന്നെ അവർ തമ്മിൽ ഒരു സമ്പർക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ തെളിവുകൾ പാർട്ടിയുടെ മുന്നിലുണ്ട്, പ്രമോദിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ശ്രീജിത്ത് എന്തിന് പ്രമോദിനെതിരെ പരാതി നൽകി? സംസാരിച്ചു തീർക്കാവുന്ന കാര്യമേ ഉള്ളെങ്കിൽ അത് ചെയ്യാമല്ലോ. കോഴ വാങ്ങി എന്ന് പറയുന്നു, അതിന്റെ സോളിഡ് പ്രൂഫ് എവിടെ എന്നുള്ളതാണ് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പ്രമോദ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ, പച്ചയായ എൻ്റെ ജീവിതം ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്, അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളും എനിക്ക് പറയാൻ കഴിയും എന്ന ഒരു സൂചന പ്രമോദ് കോട്ടൂളി ഇന്ന് നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ പ്രമോദ് പറയുന്നു, എനിക്കിനി ഒന്നും നോക്കാനില്ല, അവസാനമായി മറുപടി പറയേണ്ടയാൾ എൻ്റെ അമ്മയാണ് എന്നാണ് പ്രമോദ് പറയുന്നത്. അമ്മയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരെയും താൻ പോകും എന്ന് തന്നെയാണ് പ്രമോദ് ഇന്ന് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം നുണപരിശോധനയ്ക്കും ഞാൻ തയ്യാറാണ്, ഏത് അന്വേഷണ ഏജൻസിക്ക് മുന്നിലെത്താനും, അതായത് പാർട്ടി കോടതി തീർത്തങ്ങ് എല്ലാം അവസാനിപ്പിക്കേണ്ട ആ ഫയൽ ഞാൻ തുറക്കാൻ പോകുന്നു എന്ന വെല്ലുവിളി തന്നെയാണ് പ്രമോദ് കോട്ടൂളി ഇന്ന് നടത്തിയിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ മാഫിയയുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിൻ്റെയൊക്കെ ആളായി പ്രമോദ് കോട്ടൂളി മാത്രം മാറുന്നത് എങ്ങനെയാണ്? ഇതേ ജില്ലാ ഘടകത്തിൽ തന്നെ ഈ ബന്ധങ്ങളുള്ള മറ്റാളുകളില്ലേ? അപ്പോൾ മന്ത്രി അടക്കമുള്ള ആളുകളുടെ ബന്ധങ്ങളെപ്പറ്റി പറയാൻ കഴിയുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ കയ്യിലുള്ള ആളാണ് പ്രമോദ് കോട്ടൂളി എന്നത് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മറന്നു പോകരുത്. സംഘടനാ രീതിയും പാർട്ടി ഭരണഘടനയും അച്ചടക്കവും ഒക്കെ പ്രമോദ് കോട്ടൂളിക്ക് മാത്രം ബാധകമായ കാര്യങ്ങളല്ല. പ്രമോദ് പറയുന്ന മറ്റൊരു കാര്യം, കോഴിക്കോട് നഗരത്തിൽ പ്രമോദ് നേരിട്ട് നടത്തിയ ഇടപാട് ഏതാണ്? മറ്റുള്ളവർ നടത്തിയ ഇടപാട് പ്രമോദിന്റെ തലയിലേക്ക് ഇടാൻ ശ്രമിക്കുന്നതിനെയാണ് പ്രമോദ് അവിടെ വെല്ലുവിളിക്കുന്നത്. അതായത് റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്നവരോടാണ് ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രമോദ് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു മാഫിയ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ അങ്ങനെ ഒരു
ഇടപാട് നടന്നിട്ടുണ്ട്. ഒന്നല്ല, ഒട്ടനവധി. ആ ഇടപാടുകളെ കുറിച്ചൊക്കെ പ്രമോദിന് നന്നായിട്ട് അറിയാം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ തെറ്റുകാരൻ ആരാണോ അത് പുറത്തു കൊണ്ടുവന്നാലല്ലേ പറ്റൂ. അപ്പോൾ ആ തെറ്റുകാരൻ ആരാണ് എന്നുള്ളത് താൻ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് പറയുന്നത്. 35 വർഷമായി പാർട്ടിയോട് ഞാൻ സഹകരിക്കുന്നുണ്ട്. ഞാനൊരു മോശം വ്യക്തിയാണെങ്കിൽ, ഇങ്ങനെ ഒരു മാഫിയ ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിയോടും ജനങ്ങളോടും എനിക്കുണ്ട് എന്ന് പ്രമോദ് പറയുമ്പോൾ അതിലൊറ്റ കാര്യമേ ഉള്ളൂ. പ്രമോദിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ, പ്രമോദിന് അറിയാവുന്ന ഇടപാടുകൾ, പ്രമോദിന് പറയാൻ സാധിക്കുന്ന പേരുകൾ, അതൊക്കെ പറയാൻ പ്രമോദ് തയ്യാറാണ്. ഇനി പ്രമോദിനെ എങ്ങനെ പാർട്ടി സെറ്റിൽ ചെയ്യും എന്നുള്ളതാണ്. അതായത് വഴിയെ പോകുമ്പോൾ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു പേടി തനിക്കുള്ളതായി പ്രമോദ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാര്യങ്ങൾ പറയുന്ന പ്രമോദ് കോട്ടൂളി ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ രീതിയിൽ ഒറ്റയ്ക്ക് പ്രമോദിനെ മാത്രം കുറ്റക്കാരനാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ വമ്പൻ സ്രാവുകളുടെ പേര് പറയും. നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് പരാതികളായി അതിനെ കൊണ്ടുപോകും. അതാണ് ഇനി കേരളം കാണാൻ പോകുന്നത് എന്നതാണ് ഞാൻ കരുതുന്നത്. പൈസ വാങ്ങിയത് ആരാണെന്നും പ്രമോദിന് അറിയാം. പ്രമോദിന് അറിയാമായിരിക്കുമല്ലോ, സ്വാഭാവികമായും. കാരണം അത് ശ്രീജിത്ത് പറഞ്ഞിട്ടുണ്ടാവും. ശ്രീജിത്ത് കാര്യം പ്രമോദ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ശ്രീജിത്ത് ഈ വിവരങ്ങളെല്ലാം പ്രമോദിനോട് പറഞ്ഞിട്ടുണ്ട്. അവസാന ദിവസം കൈ കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിരിയുന്ന ഘട്ടത്തിലും പ്രമോദ് തനിക്കെതിരെ ഇങ്ങനൊരു ആയുധം വരുന്നു എന്ന് കരുതിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, പാർട്ടി ഈ വർഷമാണ് ഈ പ്രമോദിന്റെ ഭാര്യയ്ക്ക് സഹകരണ സ്ഥാപനത്തിൽ ജോലി കൊടുത്തിരിക്കുന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തിച്ച, പാർട്ടി ഭരണഘടനയെ ലംഘിച്ച് പാർട്ടി വിരുദ്ധനായി പാർട്ടി കണക്കാക്കുന്ന ഒരാൾക്കുടെ ഭാര്യയ്ക്ക് ഈ വർഷം തന്നെ സഹകരണ സ്ഥാപനത്തിൽ ജോലി കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇത് മെയ് മാസത്തിനു ശേഷം ഉരുത്തിരിഞ്ഞൊരു നാടകത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നത്. പ്രമോദിൻ്റെ ഇത് വെല്ലുവിളി എന്ന ചോദ്യത്തിന് 3 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.